തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വ്യത്യസ്തമായിട്ടുള്ള കണക്കുകളും ഗ്രൗണ്ട് റിപ്പോർട്ടുകളും ഒക്കെയാണ് നമ്മളിലേക്ക് കടന്നു വരുന്നുള്ളത്. മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്, അവരുടെ ഒരു ധാരണ അവർ പങ്കുവെക്കുന്നുമുണ്ട്. എന്നാൽ പോലും എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് നമുക്ക് തെളിഞ്ഞിട്ടില്ല. അതിനിടയിലാണ് കേരളത്തിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം അവരുടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നത്. തിരുവനന്തപുരത്തും വടകരയിലും വയനാട്ടിലും എന്ത് സംഭവിക്കും? വ്യക്തമായിട്ടുള്ള ഉത്തരമുണ്ട് രഹസ്യാന്വേഷണ വിഭാഗത്തിന്. രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു, തിരുവനന്തപുരത്ത്, അതായത് ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് 50,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ശശി തരൂർ വിജയിച്ചു കയറും എന്നുള്ളത്. അതായത് അതിന് കാരണമായി പറയുന്നത് കോവളം, പാറശാല, നെയ്യാറ്റിൻകര ഇവിടങ്ങളിൽ തരൂരിന് വേണ്ടി എല്ലാവരും ഒന്നിച്ചു എന്നുള്ളതാണ്. അതായത് തരൂരിന് വലിയ നേട്ടം ഈ മേഖലകളിലൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും, അത് വലിയ ഭൂരിപക്ഷം നേടിക്കൊടുക്കും എന്നുള്ളതാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുള്ളത്. കുമ്മനം രാജശേഖരൻ വട്ടിയൂർക്കാവിലും നേമത്തും ചെറിയ നേട്ടങ്ങൾ കൊയ്യുമെങ്കിൽ പോലും അത് വിജയ സാധ്യതകളെ എടുത്തു കാണിക്കുന്നില്ല എന്നതാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അതായത് തരൂർ തിരുവനന്തപുരത്ത് ജയിക്കും എന്നുള്ളതാണ് റിപ്പോർട്ട്. അതുപോലെ തന്നെ വയനാട്ടിൽ എന്ത് സംഭവിക്കും? വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഏറ്റവും വലിയ റെക്കോർഡ് വിജയം നേടുമെന്നുള്ളതാണ് രഹസ്യാന്വേഷണത്തിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുള്ളത്. അവർ പറയുന്നത് ചിലപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കാം രാഹുൽ ഗാന്ധി വയനാട്ടിൽ നേടുക എന്നുള്ളത്. അത് 1.5 ലക്ഷത്തിന് മുകളിൽ പോയേക്കാം, ചിലപ്പോൾ 2 ലക്ഷം വരെ കഴിഞ്ഞേക്കാം എന്നുള്ളതാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. വടകരയിൽ എന്ത് സംഭവിക്കും? പ്രവചനങ്ങളൊന്നും നടക്കാത്ത വടകരയിൽ, അതായത് മാധ്യമങ്ങൾക്ക് പോലും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു പറയാൻ സാധിക്കാത്ത വടകരയിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കൃത്യമായിട്ടുള്ള ഒരു വ്യക്തതയുണ്ട്. അവിടെ മുരളീധരനും ജയരാജനും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കും. രണ്ടുപേരും തുല്യരായിട്ടുള്ള ശക്തന്മാരാണ്. എന്നാൽ പോലും ജയരാജൻ അവിടെ 1000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും, അതായത് ചെറിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ വിജയിക്കും എന്നുള്ളതാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നുള്ളത്. ചിലപ്പോൾ കഥകളൊക്കെ മാറിയേക്കാം എന്നും വ്യക്തമാക്കുന്നുണ്ടെങ്കിൽ പോലും നിലവിലെ റിപ്പോർട്ടുകൾ അടിസ്ഥാനപ്പെടുത്തിയവർ പറയുമ്പോൾ 1000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ ജയരാജൻ വിജയിക്കും എന്നുള്ളതാണ്. അതായത് കണ്ണൂരിലെ മൊത്തം കേന്ദ്രം വടകരയിലേക്ക് വന്ന് ജയരാജന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ പോലും ഈ നേട്ടങ്ങളിലേക്ക് പോകുന്നത് ഒരു വലിയ നേട്ടമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു നിരീക്ഷണം. എന്നാൽ പോലും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന വടകരയിലെ ഒരു റിപ്പോർട്ട് രഹസ്യാന്വേഷണ വിഭാഗം നൽകിയിട്ടുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തും വടകരയിലും വയനാട്ടിലെയും അവസ്ഥകൾ ഇങ്ങനെയാണ്. തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരൻ, അതായത് ഇന്ത്യയിൽ തന്നെ ഇന്ത്യ ഉറ്റുനോക്കുന്ന തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും എന്ത് സംഭവിക്കുമെന്ന് ഉറ്റുനോക്കുമ്പോൾ തിരുവനന്തപുരത്ത് BJPക്ക് വിജയ സാധ്യതയില്ല എന്നുള്ളതാണ് പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.